കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെയും മൃതദേഹം കേരളത്തിൽ എത്തിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി രാജീവും മൃതദേഹം ഏറ്റുവാങ്ങി. അപകടത്തിൽ പരിക്കേറ്റവരും നാട്ടിലെത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നൊമ്പര കാഴ്ചകളിലേക്ക്. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, 1.5 വയസ്സുള്ള കുട്ടിയുടെ അടക്കം മൃതദേഹം 5 പേരുടെ മൃതദേഹമാണ് എത്തിച്ചത്. തീർച്ചയായും ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വേദന തന്നെയാണ്. ഒരു വിനോദ സഞ്ചാരത്തിന് പോകുന്നു, അവിടെ വെച്ച് ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ വെച്ച് 5 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. അവർക്കൊപ്പം യാത്ര പോയവരും അവിടേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു വല്ലാത്ത സങ്കട കാഴ്ച തന്നെ ആവുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഖത്തറിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു കെനിയയിലേക്ക് മലയാളികളുടെ 28 പേരടങ്ങുന്ന സംഘം. ഇതിൽ ഇവർ യാത്ര ചെയ്ത ബസ് കെനിയയിലെ നെഹ്റുവിൽ വെച്ച് അപകടത്തിൽപ്പെടുകയും അതിൽ 5 പേർ മരണപ്പെടുകയും ചെയ്തു. ഈ 5 പേരുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിൽ 2 പേർ പാലക്കാട് സ്വദേശികളാണ്, 2 പേർ മൂവാറ്റുപുഴയിലുള്ളവരാണ്. ഒരാൾ തിരുവനന്തപുരം സ്വദേശിനിയാണെങ്കിലും താമസിക്കുന്നത് ഇപ്പോൾ എറണാകുളം കലൂരിലാണ്. ഈ 5 പേരുടെ മൃതദേഹം മൂവാറ്റുപുഴ സ്വദേശിനിയായിട്ടുള്ള ജസ്ന, 29 വയസ്സാണ് ജസ്നയ്ക്കുള്ളത്. ജസ്നയുടെ മകൾ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ റൂഹി മെഹ്റിൻ, 1.5 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. ഒപ്പം തന്നെ കലൂരിൽ താമസിക്കുന്ന, ഇപ്പോൾ നിലവിൽ കലൂരിൽ താമസിക്കുന്ന ഗീത ഷോജി ഐസക്, 58 വയസ്സുകാരിയാണ്. ഖത്തറിൽ ടീച്ചറായി ജോലിയെടുക്കുകയായിരുന്നു. കൂടാതെ 2 പേർ പാലക്കാട് സ്വദേശികളാണ്, റിയ ആൻ, മണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള റിയ ആൻ. കൂടാതെ അവരുടെ മകൾ തൈറ റോഡ്രിഗസ്, 7 വയസ്സാണ്. ഈ 5 പേരുടെ മൃതദേഹം ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുകയും മന്ത്രി പി രാജീവ് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഈ മൂവാറ്റുപുഴയിലുള്ള 2 പേരുടെയും സംസ്കാരം ഉച്ചയോടുകൂടി നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗീതയുടെ സംസ്കാര ചടങ്ങുകൾ അത് ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടാവുക. കൂടാതെ പാലക്കാട് സ്വദേശികളായിട്ടുള്ള 2 പേരുടെ മൃതദേഹം അത് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് വൈകുന്നേരത്തോടെ സംസ്കരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് നെടുമ്പാശ്ശേരിയിൽ നിന്ന്.